പായസം നേട്ടാ. താത്താ എന്താമേ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഓ, ശിവദാസൻ സാറിന്റെ പിറന്നാളാ ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയലടാ. അദ്ദേഹം എല്ലാവർക്കും വാരി വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 ഒന്നിന് 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലിയൊക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ല മോനെ. ഞങ്ങളെ എല്ലാം റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. നിങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ, ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന് ടൈമായി, ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം. ജയിച്ച് വലിയ ആളായിട്ട് വരണം, എന്നാലേ കടവെല്ലാം തീർക്കാൻ പറ്റൂ. അനിയാ, അനിയാ, ചേച്ചി, അനിയാ, എന്തോ അനിയാ, ചേച്ചി, അനിയാ. നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് 1 മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ? അടി. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ഏയ്, ബിസിനസ് കാര്യത്തിന് പോയതാടാ. ഭർത്താവ് എവിടെ പോയാൽ എന്താ? പോ, അകത്ത് പോ. ഏയ് വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കെ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് 1 പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായ്. ഒരു ചുറ്റി എടുത്ത് തലക്കടിക്കും, തീർന്നോളും. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളമടിക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസുകാരൻ ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീർത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വാടാ വാ ബായ്. 4 ലക്ഷത്തിന് 1 പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 3 ലക്ഷത്തിന് ചോദിക്കണം. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 3 ലക്ഷം. ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്ന് വിട്ടേര്. ഏത് ഈ ഡബ്ബയോ? എന്താ ബൈ ഡബ്ബാന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറിൽ നിന്നെ റേസി ജയിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപഴകിയാൽ അത് നമ്മുടെ കുടുംബത്തിലെ അംഗമോ? എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ് 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്ത് നിന്റെ 50 വർഷത്തെ സെന്റിമെന്റ്. അംബാസഡറിന്റെ കാര്യമാടാ. Penerbangan Malaysian Airlines MH185-3000 dari Kuala Lumpur ke London akan berdepas sebentar lagi. Terima kasih. എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായി പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ നോക്ക? അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, ഏയ് കുരുവി, ഇവനായിരിക്കും ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴം മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് താനടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോഡ ഗാമ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി ശരി, വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സാർ. നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ? ചേട്ടാ, മാമ്പഴം പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ശരിയാടാ, ഏതോ കാർ ആയിട്ട് ഒരു ചോദിച്ചല്ലോ, കൊടുത്തേ. ശരി ചേട്ടാ. പോകുന്ന വഴിയിലാണ് ബുക്കി ബിന്ദോങ്ങുള്ളത്. ബുക്കി ബിന്ദോങ്ങോ? അവിടെയാണ് പാണ്ട് ലോഡ്ജ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറക്കി വിടാം. വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതല്ല ഓക്കെ. ഈവനിങ് എങ്ങനെ എന്ന് വെച്ചാ അയ്യോ, എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങള് മലേഷ്യയിൽ ആദ്യമായിട്ട്. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ? റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ, ജലൻ സമുദ്ര സ്ട്രീറ്റ്, സമുദ്ര സ്ട്രീറ്റ്, കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ, ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എന്റെ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചയുടെ ക്ലബ്ബ് ദാ ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചയുടെ ക്ലബ്ബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലെന്തെങ്കിലും ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ലേ, അവര് തന്നെ തരും. വേഗം പാടാ, വണ്ടി എടുക്കടാ.
ഡാൻസ് കളിക്കുന്നേ ചൂരി ഊരിയോ വരുന്നില്ല ഇല്ല വരുന്നില്ല ചേച്ചി. ഏയ് എന്തടി ഇത്? എന്താണെന്നോ എല്ലാ അലങ്കാരമായല്ലോ. എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ആപ്സ് വാ. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിക്കണ്ട. വാടാ. ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. ഡേയ്, കാശില്ലാതെ പോവാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ? ഓക്കെ അല്ലേ? എന്തു ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്. ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. നിക്ക്, ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഈ ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നിന്നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബിറാമേ, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാം. ഓക്കെ അല്ല? സോറി. അയ്യോ, ഇവളാരടാ? ഇതിന്റെ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ. എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്നത്? മനസ്സിലാക്കിയോ അവൻ? നിക്ക് പെണ്ണുങ്ങളും ലിക്കറുമുണ്ട്. അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ആ കാട്ടുപന്നിക്ക് കൊടുക്കണം. നീയോ? ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നെ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ. എന്നെ ഒരു മനുഷ്യക്കുരങ്ങ് അയ്യോ വന്നെന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ? 1 2 3.
ഓ ഒരു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ഭായ്, മലേഷ്യയിൽ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ, അവിടെ തന്നുകൂടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്നെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നോ? അത് പിന്നെ അയ്യോ, ഇവള് അച്ഛയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. Escape. ഏയ്, വേഗം വാ. ഹലോ. എവിടോട്ടാടാ ഈ പോകുന്നേ? ഏയ്, ഈ വഴി. ഇവിടെയോ? ഓക്കേ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ഏയ്, ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി നീ അകത്ത്. Get in. Welcome, sir. സാർ, എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാന്റ് പോലും ഇടാതെ വന്നിരിക്കുന്നേ. സാർ, ഞാനൊരു പഞ്ചപാവമാ. ഡേയ്, എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കുവാ. ഏയ്, പെണ്ണാടാ? പെണ്ണാ? What happened? അമ്മേ, ആപ്സ്, നിനക്ക് എന്താ പറ്റി? ഈച്ചയും പൂച്ചയൊന്നുമല്ല, ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കയറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെടാ? അകത്ത് വരാൻ പറ്റാത്തതും ഒരു വേല ചെയ്തിട്ടാ എന്ത് വന്നിരിക്കുന്നത്. വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? സർ ടിക്കറ്റ് മേടിച്ചോ? നോ, യു ആർ നോട്ട് അലൗഡ്. വാട്ട്സ് ദ പ്രോബ്ലം? യു ആർ ഹർട്ട് ആൻഡ് ബ്ലീഡിംഗ്. അടടാ, ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket, please? എന്ത് തടീനകത്ത് വന്നോ? ടിക്കറ്റ് ചോദിക്കോടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. Oh, here. എടാ, അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെയല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവിത്തല ഇരി അടക്ക വെക്കാം, എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നവരൊക്കെ ചവിട്ടി എടുത്തോണ്ടങ്ങ് പോകും. റാസ്കൽ, ചവിട്ടിയിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? ഭഗവാനേ, കൃഷ്ണ. റാസ്കൽ. ഹലോ, ഫസ്റ്റ് ടൈമാ? അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ. അതൊന്നുമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ആ, ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് എവിടാൻ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചു. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടലിലെ ഇന്നലെ മോസ്കോയിലെ. ഞാന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട്. അതെയോ? അത്രയ്ക്ക് പേടിയാണോ? പിന്നെന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ട ഒരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടോണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയമോ? ഞാനെന്തോ തങ്കമോ ആയിരുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്പ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാൻ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ?
അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ. പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ കൈകൾ പടാമൽ കാതൽ വരുവതില്ലേ. കണ്ണ് സുടാമൽ കത്തിപ്പടാമൽ ഗോച്ച വിടുവതില്ലേ.